പാർലമെന്റിൽ തൊഴിലുറപ്പ് നിയമത്തെ അട്ടിമറിച്ച് DBG റാംജി ബില്ല് പാസാക്കിയ ദിവസം അത് കഴിഞ്ഞ് നേരെ പ്രധാനമന്ത്രി മോദിയുടെ കൂടെ ചായ കുടിക്കാൻ പോയ പ്രിയങ്ക ഗാന്ധിയുടെ അനുയായികളാണ് ഈ പ്രേമത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടുകയും തൊഴിലുറപ്പിന്റെ കഥ കഴിക്കുകയും ചെയ്തിട്ട് ഒന്നിച്ച് ചായ കുടിച്ച് ആഘോഷിച്ചവരാണ് മോദിയും പ്രിയങ്ക ഗാന്ധിയും. രാഹുൽ ഗാന്ധിയാണെങ്കിൽ ജർമ്മനിയിൽ ഉല്ലാസയാത്രയിലായിരുന്നു സർ. ജർമ്മനിയിലെ ഏറ്റവും പുതിയ ബൈക്ക് ഓടിച്ച് കളിക്കുന്ന തിരക്കിലായിരുന്നു രാഹുൽ ഗാന്ധി. കേന്ദ്ര ഗവൺമെന്റ് തൊഴിലുറപ്പിനെ അട്ടിമറിക്കുമ്പോൾ സംസ്ഥാനം ആ തൊഴിലുറപ്പ് പദ്ധതിയെ മുന്നോട്ട് നയിക്കാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ ധനകാര്യമന്ത്രി ഈ വർഷത്തെ ബജറ്റിൽ 1000 കോടി രൂപ അധികമായി തൊഴിലുറപ്പ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമാണ്. സർ, 60-40 എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഇതിന്റെ ചെലവിന്റെ ഘടന മാറ്റിയിരിക്കുകയാണ്. 100% കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിരുന്നത് ഇനി മുതൽ 60% കേന്ദ്രത്തിന്റെ വിഹിതം കുറയ്ക്കും എന്ന് മാത്രമല്ല, കേന്ദ്രം അനുവദിക്കുന്ന ബജറ്റ് നോർമറ്റീവ് അലോക്കേഷനാണ്. നേരത്തെ ഡിമാൻഡ് ഡ്രിവൺ ആയിരുന്നു ഈ പദ്ധതി. ചോദിക്കുന്ന ആവശ്യപ്പെടുന്ന എല്ലാവർക്കും ജോലി കൊടുക്കുക എന്നതാണ്. എന്നാൽ ഇപ്പോൾ കേന്ദ്രം അനുവദിക്കുന്നവരുടെ 60% മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് നൽകുകയുള്ളൂ. അതിൽ കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുമ്പോൾ 100% സംസ്ഥാനത്തിന്റെ ബാധ്യതയായി മാറുകയാണ് സർ.